ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മൾ മലയാളികൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആക്കണം എന്ന് ചിന്തിക്കുന്നവരാണല്ലേ. കറിയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് കലക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി തന്നെ ദോശമാവിൻ്റെയൊക്കെ ബാറ്ററില്ലേ അതുപോലെ നന്നായി തന്നെ ഇത് കലക്കിയെടുക്കുക കേട്ടോ. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് കലക്കിയെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായി തന്നെ ഒന്ന് ആദ്യം കലക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പരിപ്പില്ലേ, സാധാരണ തോരപ്പരിപ്പ്, അത് 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടുകടല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കിതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം കുട്ടികൾ കഴിക്കുന്നതായതുകൊണ്ട് കുട്ടികൾക്ക് പച്ചമുളക് കടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ 1 തണ്ട് കറിവേപ്പില ഒന്ന് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാളയൊക്കെ നന്നായി തന്നെ വാടി വരണം കേട്ടോ. അപ്പോൾ സവാള ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അതുവരെ നമുക്ക് നന്നായി തന്നെ ഇത് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായി തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 1/4 കപ്പ് അളവിൽ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയിൽ നിന്നും വെള്ളമൊക്കെ അല്ലേ, ആ തേങ്ങയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറി കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് തേങ്ങ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതുവരെ ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദാ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ കറക്റ്റ് പരുവാണ്, ഇത്ര ആയാൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഗോതമ്പ് മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഇതുപോലെ വാട്ടാതെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, പക്ഷേ വാട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ബെറ്റർ കേട്ടോ. അതാവുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ അതാ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവ് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്, ഒരുപാട് കട്ടിക്ക് പാടില്ല. കാരണം നമുക്ക് ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയില്ലാത്ത ദോശയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. കനം കൂടിയതാവുമ്പോൾ വലിയ ടേസ്റ്റ് തോന്നില്ല കേട്ടോ. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ല ലൂസായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി തന്നെ എണ്ണ തടവിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നല്ല നൈസായി തന്നെ പരത്തി കൊടുക്കുക. ബാറ്റർ നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ നല്ല നൈസായി തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ
അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു സൈഡ് ഒന്നായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിന് കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനിയും ഒന്നുകൂടി ഇത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും ഒരു കളർ ഒന്നും ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായി തന്നെ ഇതൊന്നും മൊരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിയൊന്നും വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ദാ ഇനി അടുത്തത് നമുക്ക് അതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കും ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ടത് തയ്യാറാക്കാനായിട്ട്. സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ചൂടില്ലേ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.